നമസ്കാരം. നമശിവായ. ഞാൻ അഷ്ടമൂർത്തി ക്ഷേത്രം സിദ്ധ ജ്യോതിഷാലയം ആചാര്യൻ ഡോക്ടർ കെ നമ്പൂതിരിയാണ്. നേരിട്ട് ജ്യോതിഷം നോക്കേണ്ട അത്രയും അവസ്ഥയുള്ള അല്ലെങ്കിൽ അതിന് മാത്രം പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് അത് നോക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളും കാര്യങ്ങളുമാണ് ആദ്യമേ പറയുന്നത്. നിങ്ങളുടെ ഒരുവിധപ്പെട്ട 99.99% പ്രശ്നങ്ങളും നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. എന്ന് പറയും, നമ്മൾ ഏറ്റവും ശാപങ്ങളിൽ എല്ലാവരും പറയും ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് മാതൃശാപമായിട്ട് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും വലിയ ശാപമാണ് പ്രഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്ന ഉണ്ടായിട്ടുള്ള അവസ്ഥയുള്ള ശാപം, ബാലശാപം. കാരണം അവർ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവരെ വധിക്കപ്പെട്ടുള്ളതാണ്. അവരുടെ ആ ഒരു മനസ്സിന്റെ ശാപത്തിന് പരിഹാരം ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ചെയ്യാറുണ്ട്. കഷ്ടപ്പാടാണെന്നാലും ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. ബാക്കിയുള്ളതിൻ്റെ അത്രയും നല്ലത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജ്യോതിഷം നോക്കാൻ വരുമ്പോൾ നേരിട്ടുള്ള ജ്യോതിഷത്തിന്, പൂർണ്ണ ജ്യോതിഷത്തിന് വരുമ്പോൾ കുറച്ചധികം വസ്തുക്കൾ കൊണ്ടുവരേണ്ടതുണ്ട്. ചില വഴിപാട് കാര്യങ്ങളുണ്ട്. കുറച്ചധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ കിട്ടുന്ന ടൈമിന് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ഇവിടെ വരുമ്പോൾ കൊണ്ടുവരേണ്ട ചില വസ്തുക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെറ്റില, ഒരു 5-6 അടയ്ക്ക, 21 5-ന്റെ കോയിൻ, ഒരാലിൻ്റെ ഇല, നിങ്ങളുടെ വീട്ടിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണ്. ഈ വെള്ളം മണ്ണും വാടക വീടാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കാൻ. അതുപോലെ വരാത്ത വ്യക്തികളുടെ ഫോട്ടോ കൊണ്ടുവരണം. ഇതിലാരെങ്കിലും വിശേഷ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ കാലിൻ്റെ അവരെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുക. കൈയും കാൽ കഴുകി ഭൂമിയിൽ എവിടെയെങ്കിലും നിന്ന് പ്രാർത്ഥിക്കാൻ പറയുക. അവരൊക്കെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുക. എന്നിട്ട് ആ കാലിൻ്റെ അടിയിൽ നിന്നൊരു നുള്ളു മണ്ണെടുത്ത് പ്രത്യേകം പൊതിഞ്ഞു കൊണ്ടുവരണം നമുക്കിവിടേക്ക്. പിന്നെ ഈ വരാത്ത വ്യക്തികളുടെയൊക്കെ തന്നെ പുരുഷനാണെങ്കിൽ വലത്തെ കൈയിലെ തള്ളവിരലിൽ മഷി പുരട്ടി അതൊരു പേപ്പറിൽ പതിച്ചെടുത്ത് കൊണ്ടുവരണം. സ്ത്രീയാണെങ്കിൽ ഇടത്തെ കൈയിലെ കൊണ്ടുവരണം. അവരുടെയൊക്കെ ഫോട്ടോ കയ്യിൽ കരുതണം. ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിലും കയ്യിൽ കരുതണം നമുക്ക് വ്യക്തമായി കിട്ടാനായിട്ട്. പിന്നെ നേരിട്ടുള്ള ജ്യോതിഷത്തിന് നമ്മൾ ഇവിടുത്തെ 3 ക്ഷേത്രങ്ങളുടെയും ഒരു ദിവസത്തെ പൂജയുടെ തുകയാണ് ഫീസായി വാങ്ങുന്നത്. 3501 രൂപ. ഈ ക്ഷേത്രങ്ങളുടെ നമ്മുടെ 3 ക്ഷേത്രങ്ങളുള്ള 3 ക്ഷേത്രങ്ങളുടെയും ഒരു ദിവസത്തെ പൂജയുടെ ചാർജാണ് വാങ്ങുന്നത്. അതുകൂടാതെ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു നാളികേരം കൊണ്ടുവരണം ഇവിടേക്കായിട്ട് മുട്ടടിക്കുന്നതിനായിട്ട്. ഒപ്പം തന്നെ ആയിട്ട് നിങ്ങൾ ഒരു കുപ്പി എണ്ണ, ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങി വരണം. ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി വാങ്ങണം. നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ ഒഴിഞ്ഞും കൊണ്ട് ഒരു കുമ്പളങ്ങ കൊണ്ടുവരണം. ഒരു ചേന, ചെറിയ ചേന വാങ്ങി, തീരെ ചെറുതല്ല, ഒരു ചെറിയ ചേന വാങ്ങിക്കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് പിന്നെ കൊണ്ടുവരേണ്ടത് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വരണം. നമ്മൾ ചെയ്തിട്ടുള്ള വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയണം ഇതെല്ലാം. കാരണം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിലോ തീരണമെന്ന് കരുതിയിട്ട് നമ്മൾ കല്ലുപ്പും മറ്റുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവരാൻ. അതുപോലെ സന്തതി ഉണ്ടാവാത്ത ദുരിതങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്തെ സന്താനങ്ങളെ കൊണ്ടുള്ള സങ്കടങ്ങൾ ഉള്ളവരാണെങ്കിൽ നമുക്ക് നീലവഴുതനങ്ങ വലുത്, നീളൻ വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങ, നമുക്ക് 21 നീലവഴുതനങ്ങ മേടിച്ച് അതോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഒഴിഞ്ഞ് കെട്ടിക്കൊണ്ടുവരണം ഒരു കവറിലാക്കിയിട്ട്. അതുപോലെ തന്നെയാണ് 21 5-ന്റെ കോയിൻ കൊണ്ടുവരണം. കൃത്യമായ സമയത്തിൽ ഇവിടെ എത്താൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജ്യോതിഷത്തിൽ നേരിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ട വസ്തുക്കൾ. നമുക്ക് ഗതാവിലാണ് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഇതാവുന്നതൊക്കെ. ലൊക്കേഷനും വേണ്ട കാര്യങ്ങൾ, വരേണ്ട സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതും പ്രകാരം നേരിട്ടെത്തുകയാണ് വേണ്ടത്. ആ വിഷയത്തിന്റെ സീരിയസ്നെസ്സിനനുസരിച്ച് അവർ ഫോണിൽ കൂടെ അവർക്ക് പറഞ്ഞു തരാവുന്നതാണെങ്കിൽ അവർ പറഞ്ഞുതരും. അല്ല ഓൺലൈനിൽ എന്നെ കിട്ടേണ്ടതാണെങ്കിൽ അതിന് വേണ്ട ഏർപ്പാട് ചെയ്തുതരും. അതുമല്ല നേരിട്ട് വരേണ്ടതാണെങ്കിൽ അവർ അതിന് തന്നെ പറയും. അപ്പോൾ അതിനും പ്രകാരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ കാര്യങ്ങൾ അറിയാവുന്നതാണ്. കാരണം ഇവിടെ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് രാശി പറയുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പഠിച്ച വിദ്യ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് രാശികൾ ഇതാവുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തന്നെ കുറെ കാര്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തം ഭഗവാന്റെ മുന്നിൽ ചെയ്യിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ രാശി എടുക്കുന്നത്. ഒപ്പം നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് എന്തെങ്കിലും പോയി ചെന്ന് കണ്ട് ഒരു വിളക്ക് വയ്ക്കുക. അതുപോലെ എന്തെങ്കിലും പായസത്തിന് മറ്റെന്തെങ്കിലും വെച്ചാൽ ഒരു ചാത്തനെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ മദ്യത്തിന് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിവേദ്യം എന്താണോ അതിനുള്ള ഒരു വഴിപാട് കൊടുക്കുക. തട്ടകത്തമ്മയ്ക്ക് വഴിപാട് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി രക്ഷസിന് പായസത്തിന് കൊടുക്കുക.
ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നേരിട്ടിവിടെ വരാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുകയാണ് ഞാൻ. എപ്പോഴും കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ചെയ്യാനും ശ്രമിക്കുക. താഴെ പറയാണ്, നമ്മളിവിടെ ഒരിക്കലും ദാമ്പത്യം പിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നതല്ല. അത്രയും അത്യാവശ്യം ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ദാമ്പത്യം പിരിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രേമാവശ്യങ്ങൾക്ക് നമ്മൾ പരമാവധി തുണ നിൽക്കുന്നതല്ല. അത് അത്യാവശ്യമാണെന്നും അത്രയും ആത്മാർത്ഥമാണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ പ്രേമാവശ്യങ്ങൾക്ക് തുണ നിൽക്കുകയുള്ളൂ. നമസ്കാരം. ശിവായ. നിങ്ങളുടെ ഏത് ന്യായമായ കാര്യങ്ങൾ നമ്മളിവിടെ നടത്തിത്തരാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ശിവായ.